നല്ല ഇടി വെട്ടുന്നുണ്ട്. ഇടിവെട്ട് മാത്രമല്ല, ഇടിവാളുണ്ട്. കത്തിപ്പോകുമെന്നറിയില്ല. ഞങ്ങൾ വന്ന സമയത്ത് ഇതിൽ കൂടുതലുള്ളത് കാരണം ഈ ചെറുത് ഞങ്ങൾക്ക് വലിയ രീതിയിൽ ഞങ്ങളെ എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ആ ടൈമിൽ ഞങ്ങൾ മുകളിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞങ്ങൾ താഴത്താണ്. എന്നാലും നല്ല രീതിയിൽ നമുക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. എന്താവുമെന്നറിയില്ല. രാവിലെ കാണാം. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല, മഴ ഒരുപാട് പെയ്തിട്ടില്ല. പക്ഷേ ഇടിവെട്ടും ഇതൊക്കെ കാരണം നമുക്ക് ഉറങ്ങാൻ ഭയങ്കര ഇതായിരുന്നു. ഇപ്പം ഞാൻ രാവിലെ തന്നെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുക, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. ഉരുൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ചാവുമെങ്കിലും എന്നാലും ഒന്ന് നോക്കണമല്ലോ. ഡോക്ടർ ഞാൻ ഒന്നിച്ചായിരുന്നു കിടന്നത്. അപ്പോൾ ഡോക്ടർ രാവിലെ പോയി, ഞാൻ പോയി പല്ലൊക്കെ തേച്ച് ഇനി വേണം മേലൊക്കെ കഴുകി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയാവാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് ഈ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാം. രാവിലെ തന്നെ തല നനച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഒന്നാമത് തന്നെ ഇവിടുത്തെ വെള്ളത്തിൽ കുടിച്ചാലും ഉള്ള മുടി മൊത്തം പോകും. പോയി നമുക്ക് മേല് കഴുകിയിട്ട് വരാം. രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഈ മഴ പെയ്താലും ഇടിവെട്ടാനൊക്കെ പെട്ടെന്ന് കറണ്ട് പോകും. അതുപോലെ ഇടി പൊട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ മല ഇവിടെ ഉള്ളതുകൊണ്ട് ഉരുൾ പൊട്ടുകയാണോ, അങ്ങനെയും നമ്മൾ വിചാരിക്കും. ഞങ്ങൾ വരുന്നതിൻ്റെ 2024 തോന്നുന്നു ഇവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇടി വയ്ക്കുമ്പോൾ പേടി. ഞങ്ങളാണെങ്കിൽ കറക്റ്റ് മലേൻ്റെ ചോട്ടിലോ, അതുകൊണ്ട് ഭയങ്കര പേടി. നമ്മൾ റെഡി ആയി കഴിച്ചു. ഇനി നമുക്ക് കണ്ണ് എഴുതാനൊന്നും സമയമില്ല. ഒരു വാലിട്ട് കൊടുത്തിട്ടുണ്ട്.